നമസ്കാരം. ചലന നിയമങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും അരക്കൊല്ല പരീക്ഷയ്ക്ക് ചലന നിയമങ്ങളുണ്ടല്ലോ. ചലന നിയമങ്ങളുടെ തുടക്കം ഒന്നാം ചലന നിയമം വരെയാണ് കാക്കൊല്ല പരീക്ഷയ്ക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉണ്ടായത്. അതിൻ്റെ ബാക്കി ഇവിടെ ഉണ്ടാവും അരക്കൊല്ല പരീക്ഷയ്ക്ക് ഹാഫ് ഇയർലിക്ക്. നോക്കാം കുറച്ച് മുൻ വർഷ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, എ പാർട്ട് നോക്കണ്ട, അത് മൊബൈൽ ദ്രാവകം, വിസ്കസ് ദ്രാവകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടെസ്റ്റിലിപ്പില്ല. ബി നോക്കാലോ, ത്വരണം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആക്ക് എന്തെന്നാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ത്വരണവും തമ്മിലുള്ള ബന്ധം എന്താ? ത്വരണത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ആക്കത്തിൻ്റെ യൂണിറ്റ് എന്താ? ആക്കത്തിൻ്റെ യൂണിറ്റ് അറിഞ്ഞുകൂടെങ്കിൽ ആക്കത്തിൻ്റെ സമവാക്യം അറിയെങ്കിൽ ആക്കത്തിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക. ആക്കം പി സമം എം വി. അപ്പോൾ എമ്മിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആക്കത്തിൻ്റെ യൂണിറ്റ് നമുക്ക് എന്ത് പറയാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം ഇങ്ങനെ വരുന്നത്, എ ബി സി എന്നുള്ള കോളങ്ങൾ നോക്കുക. അതിൽ അനുയോജ്യമായത് ചേർത്ത് എഴുതാൻ പറ്റുന്നത് ഒന്നിച്ച് എഴുതി പോവാം. ഒരേ വരിയിലേക്ക് കൊണ്ടുവരാം. നോക്കാം. കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ അതാ. ഒന്നാമത്തെ സന്ദർഭം കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു. കിണറ്റിൽ നിന്നും വെള്ളം കോരുമ്പോൾ ഉണ്ടാവുക സന്തുലിത ബലമാണോ, അഭികേന്ദ്ര ബലമാണോ, അസന്തുലിത ബലമാണോ എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ഉറപ്പായിട്ടും അത് അസന്തുലിത ബലമായിരിക്കും. കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു, അത് അസന്തുലിത ബലമാണ്. അസന്തുലിത ബലമാണ്. എന്താ സംഭവം? ഇവിടെ നമ്മൾ ബലം കൊടുക്കുമ്പോൾ ആ തൊട്ടി കിണറ്റിൽ നിന്ന് ഉയർന്ന് നമ്മുടെ അടുത്ത് വരുന്നില്ലേ? നേരെ ഉയർന്ന് മേലേക്ക് വരുന്നുണ്ട്. ശരിയല്ലേ? എന്ന് വെച്ചാൽ നേർരേഖാ ചലനം ഉണ്ടാകുന്നു. റെഡിയാണ്. അടുത്ത ഭാഗത്തേക്ക് നോക്ക്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? തലയിൽ ചുമടുമായി നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് ചലനമുണ്ടാവുമോ? ചലനം ഉണ്ടാവില്ല. ചലനം ഉണ്ടാകുന്നില്ല. അതുപോലെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചലനം ഉണ്ടാകുന്നില്ലെങ്കിൽ സന്തുലിത ബലമായിരിക്കൂലേ? സന്തുലിത ബലമായിരിക്കും. റെഡിയാ? ഇനി മൂന്നാമത്തെ നോക്കണ്ട, നേരെ അങ്ങ് കണക്ട് ചെയ്ത് വെച്ചൂടെ? പന്ത് ചരടിൽ കെട്ടി കറക്കുന്നു. വട്ടത്തിൽ കറക്കുമ്പോൾ ഉണ്ടാവുക എന്താണ്? അത് വർത്തുള ചലനമായിരിക്കും. വട്ടത്തിൽ കറക്കുമ്പോൾ വർത്തുള ചലനമായിരിക്കും. വർത്തുള ചലനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭികേന്ദ്ര ബലം ഉണ്ടാവില്ലേ? അഭികേന്ദ്ര ബലം ഉണ്ടാവും. അപ്പോൾ ഈ കൊടുത്ത കളറിന് അനുസരിച്ചിട്ട് ഇങ്ങനെ എഴുതി വരച്ച് ഇങ്ങനെ കഴിവില്ലാന്ന് വരയ്ക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അത് 3 കളർ കൊടുത്തേ. അത് നോക്കിയാൽ മതി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങളെ നിശ്ചല ജഡത്വം, ചലന ജഡത്വം എന്നിങ്ങനെ തരംതിരിക്കുക. സിമ്പിൾ അല്ലേ? നോക്കാം. ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ച കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നതിനെല്ലാം നിശ്ചല ജഡത്വം എന്ന് കണക്കാക്കിക്കോ. പിങ്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്നതിന് ചലന ജഡത്വം എന്ന് കണക്കാക്കിക്കോ. അത് വയലറ്റ് പോലെ ഉണ്ട്. എന്തായാലും നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ, കാർപ്പറ്റ് തട്ടുമ്പോൾ പൊടി തെറിച്ചു പോകുന്നു. കാർപ്പറ്റ് തട്ടുമ്പോൾ പൊടി പോകുന്നത് എന്താ? നിശ്ചല ജഡത്വം അല്ലേ? നിശ്ചല ജഡത്വമാണ്. നിശ്ചല ജഡത്വം. അതുകൊണ്ട് മഞ്ഞ വെച്ച് മാർക്ക് ചെയ്യുന്നു. കാർപ്പറ്റിൽ പൊടി തട്ടുമ്പോൾ പോകുന്നത്, കാർപ്പറ്റ് ഇങ്ങനെ തൂക്കി പിടിക്കുക. അതുകൊണ്ട് അതിലേക്കൊരു വടിയെടുത്ത് അടിക്കുമ്പോൾ ആദ്യം അടിക്കുന്നതിന് മുന്നേ വെറുതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ കാർപ്പറ്റും അതിലുള്ള പൊടിയും എല്ലാവരും നിശ്ചലാവസ്ഥയിലാണ്. ഈ വടി വെച്ച് ഒരു അടി കൊടുത്താൽ, അല്ലെങ്കിൽ ആ കാർപ്പറ്റിൽ ഒരു തട്ട് കൊടുത്താൽ പെട്ടെന്ന് കാർപ്പറ്റ് അങ്ങ് പുറകിലേക്ക് പോകും. കാർപ്പറ്റ് പെട്ടെന്ന് ചലനാവസ്ഥയിലേക്ക് പോകും. പക്ഷെ അതിലുള്ള പൊടിക്ക് നിശ്ചല ജഡത്വം ഉണ്ടാവും. അതുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ, നേരത്തെ എവിടെയാണോ നിന്നത് അവിടെ തന്നെ തുടരാനുള്ള ഒരു പ്രവണത കാണിക്കും. അതുകൊണ്ടാണ് പൊടി പറന്നു പോകുന്നത്. രണ്ടാമത്തെ എന്താ? ഹാമർ ത്രോയിൽ ഹാമർ വളരെ വേഗം കറക്കിയതിന് ശേഷം ദൂരത്തേക്ക് എറിയുന്നു. വളരെ വേഗം കറക്കിയിട്ടാണ് എറിയുന്നത്. എന്തിനാ ഇങ്ങനെ കറക്കുന്നത്? ആ ഹാമറിന് ചലന ജഡത്വം കിട്ടാൻ. അപ്പോൾ ചലന ജഡത്വത്തിന് ഉദാഹരണമാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ എന്താ? ഗ്ലാസിൻ്റെ മുകളിലെ കാർഡ്ബോർഡിൽ ഇരിക്കുന്ന നാണയം കാർഡ്ബോർഡ് തട്ടിത്തെറിപ്പിച്ചപ്പോൾ കാർഡ്ബോർഡിനൊപ്പം ചലിക്കുന്നില്ല എന്ന് നമ്മളൊരു പരീക്ഷണം ഇല്ലേനോ? ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡ് വെച്ച് അതിൻ്റെ മേലെ ഒരു നാണയം വെക്കുക. എന്നിട്ട് ഈ കാർഡ്ബോർഡ് പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ നാണയം നേരെ വന്ന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീഴും. ഇവിടെ എന്താ സംഭവം? ഗ്ലാസിൻ്റെ മേലെ നിൽക്കുന്ന കാർഡ്ബോർഡിനും അതിൻ്റെ മേലെ നിൽക്കുന്ന നാണയത്തിനും നിലവിൽ ആദ്യം ഉണ്ടാവുക നിശ്ചല ജഡത്വം. ഒരു നിലവിൽ നിശ്ചലാവസ്ഥയിലുള്ള, അതുകൊണ്ട് അതേ അവസ്ഥയിൽ തന്നെ തുടരാൻ വേണ്ടിയുള്ള ഒരു പ്രവണത ഉണ്ടാവും. പെട്ടെന്ന് ഈ കാർഡ്ബോർഡ് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നിൽക്കുന്ന നാണയത്തിന് അതങ്ങ് അംഗീകരിക്കാൻ പറ്റില്ല. അത് നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കാനായിരിക്കും ഇഷ്ടം.
അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അത് നിൽക്കാനുള്ള സ്ഥലമില്ലല്ലോ. ആ സ്ഥലം കാർബോർഡായിരുന്നു. കാർബോർഡ് അങ്ങ് പോയി. അപ്പോൾ എന്ത് ചെയ്യും? നേരെ വന്ന് ഗ്ലാസ്സിലേക്ക് വീഴും. അത് എന്തിന് ഉദാഹരണമാണ്? അത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണമാണ്. മഞ്ഞ കൊണ്ട് മാർക്ക് ചെയ്യാം. മഞ്ഞ കൊണ്ട് നിശ്ചല ജഡത്വം. അടുത്ത, ഓടി വരുന്ന അത്ലറ്റിന് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. സ്കൂളിൽ ഓട്ട മത്സരത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ ടി വി കണ്ടിട്ടുണ്ടാവും. ഓടി 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 വന്ന് ഈ ഫിനിഷിംഗ് ലൈൻ അല്ലെങ്കിൽ ആ റിബണും കടന്നിട്ട് പിന്നെയും കുറച്ച് നേരം കൂടി ആ അത്ലറ്റ്, ഓട്ടക്കാരി അങ്ങനെ ഓടിയേ പോകുന്നത്. എന്താ സംഭവം? ഓടി വരുമ്പോൾ മൂപ്പരിക്ക് എന്താണ്? ചലന ജഡത്വം ഉണ്ടാവും. ചലന ജഡത്വം ഉള്ളത് കൊണ്ട് ഈ ഫിനിഷിംഗ് ലൈൻ എത്തിയാൽ അപ്പം തന്നെ അങ്ങ് നിർത്താൻ വേണ്ടി പറ്റൂല. കുറച്ചും കൂടെ സമയം ചലിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ ഡി വരുന്നത് ചലന ജഡത്വമാണ്. ശരിയല്ലേ? ശരി. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ 4 പന്തുകൾ ഒരു ചരടിൽ കോർത്തിരിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ നിരീക്ഷണ ഫലം എന്തായിരിക്കും? അപ്പോൾ ഒരു ചരടുണ്ട്, വലിച്ചു കെട്ടിക്കുക. അതിൻ്റെ ഇടയിൽ കുറേ ബോളുകൾ, എന്തോ ടൈപ്പ് ബോളുകൾ, ABCD എന്ന് പറഞ്ഞ 4 ബോളുകൾ അതിൽ ഒരു മാലയിൽ മുത്ത് കോർത്തിട്ട പോലെ കോർത്തിട്ടിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ വരുന്നത്, എ എന്ന പന്ത് അല്പം പുറകോട്ട് മാറ്റി ബി എന്ന പന്തിൽ ഇടിപ്പിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നിരീക്ഷണ ഫലം? കാരണം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ന്യൂട്ടൺ സ്ക്രാഡിൽ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചില്ലേനോ? ന്യൂട്ടൺ സ്ക്രാഡിൽ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ്, ഒരു കയറല്ല, ഒരു നൂല് പോലത്തെ ഒരു സാധനം, അതിൻ്റെ അടിയിൽ കുറേ ഉണ്ട പോലത്തെ ബോൾ പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരാളെ ബാക്കോട്ടേക്ക് വലിച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ മൂപ്പര് നേരെ വന്ന് ഇപ്പുറത്തവൻ്റെ മേലേക്ക് ഇടിക്കും. അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അവിടെ മൊമെൻറ്റം കൈമാറ്റം ചെയ്ത് ഈ അവസാനമുള്ള ആൾ ഇങ്ങോട്ട് തെറിക്കും. ഒരാളാണ് ഇങ്ങോട്ട് വലിച്ചത് എങ്കിൽ, ഒരു ബോളാണ് ഇങ്ങോട്ട് വലിച്ചതെങ്കിൽ, ഈ വലിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു ബോൾ തെറിച്ചു പോകും. സെയിം സംഭവം അവിടെ നടക്കാൻ പോകുന്നത്. എനെ ഒന്ന് ബാക്കോട്ട് വലിച്ചിട്ട് നേരെ ബിയിൽ കൊണ്ട് ഇടിപ്പിക്കുക, അങ്ങോട്ടേക്ക് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഡി ഉണ്ടല്ലോ, ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഡി മാത്രം ഇങ്ങോട്ട് തെറിച്ചു പോകും. രണ്ടാമത്തെ ചോദ്യം ഇതാ, ഈ നിരീക്ഷണ ഫലം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവം? ഇവിടെ മൊമെൻറ്റം കൈമാറ്റം ചെയ്യപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നേരത്തെ ന്യൂട്ടൺ സ്ക്രാഡിൽ സംഭവിച്ച സെയിം പരിപാടി, ഒരേ കാര്യം, മൊമെൻറ്റം കൈമാറ്റം ചെയ്യപ്പെടുക. മൊമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂട്ടൻ്റെ ഒരു ചലന നിയമം ഉണ്ടല്ലോ, രണ്ടാം ചലന നിയമം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ നിരീക്ഷണ ഫലം ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാം. അടുത്ത ചോദ്യം, ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പ്രസ്താവിക്കുക. ഒരാൾ തറയിലൂടെ നടക്കുമ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും കണ്ടെത്തുക. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം ഇല്ലാതാകുന്നില്ല. കാരണം എന്ത്? ഐസിന് മുകളിൽ വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല. കാരണം എന്ത്? 4 വളരെ എളുപ്പമുള്ള ചോദ്യമായിപ്പോയി. 4 മാർക്ക്, 4 അല്ല 5 മാർക്കാണ്. നോക്കാം. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം പ്രസ്താവിക്കുക എന്നാണ് ആദ്യത്തെ ചോദ്യം. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ഓർമ്മയുണ്ടോ? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും, അതല്ലേ? അല്ലെങ്കിൽ ടെക്സ്റ്റ് കൊടുത്ത് അതുപോലെ പറയുകയാണെങ്കിൽ, ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. അടുത്ത ചോദ്യം, ബി ക്വസ്റ്റ്യൻ. ഒരാൾ തറയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രവർത്തനവും പ്രതിപ്രവർത്തനവും കണ്ടെത്തുക. പ്രവർത്തനം പ്രതിപ്രവർത്തനം എന്ന് പറഞ്ഞത് പഴയ മുന്നേ ഉള്ള ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് പ്രവർത്തനം പ്രതിപ്രവർത്തനം എന്ന് വന്നത്. നമ്മളെങ്ങനെ പഠിക്കും? ബലവും പ്രതിബലവും എന്ന് പറയാം. ഒരാൾ തറയിലൂടെ നടക്കുമ്പോൾ കാലുപയോഗിച്ചിട്ട് തറയിലേക്ക് ഒരു ബലം കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? തറ കാലിലേക്ക് ഒരു പ്രതിബലം കൊടുക്കും. അതാണ് പ്രതിപ്രവർത്തനം. ആദ്യം കാലുകൊണ്ട് കൊടുത്തത് ബലം, അതിൻ്റെ ഒരു പ്രതിഫലം പോലെ കിട്ടിയ സാധനമാണ് പ്രതിബലം. തറ കാലിലേക്ക് തന്നത്, അതുകൊണ്ടല്ലേ നമുക്ക് നടക്കാൻ പറ്റുന്നത്. ശരി. സി ക്വസ്റ്റ്യൻ. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം ഇല്ലാതാകുന്നില്ല. കാരണം എന്ത്? ടെക്സ്റ്റിലുള്ള ചോദ്യമല്ലേനോ അത്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാകുന്നില്ല എന്നാണ് പറയാം ടെക്സ്റ്റിലല്ലേ.
നിർവീര്യമാകുന്നില്ല. എന്താ കാരണം? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും രണ്ട് വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ടും ഒരേ വസ്തുവിലല്ല അനുഭവപ്പെടുന്നത്. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും, അതായത് ബലവും പ്രതിബലവും രണ്ട് വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവ പരസ്പരം നിർവീര്യമായി പോവാത്തത്, പരസ്പരം ഇല്ലാതായി പോവാത്തത്. ശരി, 4ാമത്തെ ചോദ്യം. ഐസിന് മുകളിൽ നിന്ന് വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല. കാരണം എന്താ കാരണം? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐസിൽ നിന്ന് വണ്ടി തള്ളി നീക്കാൻ വേണ്ട അത്രയുള്ള പ്രതിബലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം കിട്ടുന്നില്ല. ഇത് കുറച്ച് മുന്നേ ഉള്ള, അതായത് 2016 വന്നിട്ടുള്ള ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തു നോക്കിയത്. എല്ലാം പറഞ്ഞതൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം നിങ്ങൾക്കിപ്പോൾ പറയാൻ പറ്റിയിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് വിശകലനം ചെയ്യുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഏത് ഭാഗമാണ് മിസ്സായി കിടക്കുന്നത് അത് നോക്കുക, അത് കൃത്യമായിട്ട് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഇതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യാം, 2023 തൊട്ട് മുന്നത്തെ വർഷം കഴിഞ്ഞിട്ടുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഇത് 2023-24 തൊട്ട് മുന്നത്തെ വർഷം, ആ വർഷം കഴിഞ്ഞിട്ടുള്ള പരീക്ഷാ ചോദ്യങ്ങൾ, ഈ പ്ലവക്ഷമ ബലവും ഗുരുത്വാകർഷണം അല്ലേ, ആ ചാപ്റ്ററിൻ്റെ 2023-24 ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യാം. റെഡി? ഓക്കെ, താങ്ക് യു.